പറിച്ചുകൊണ്ട് വന്ന മാങ്ങ ഇതുപോലെ നല്ലപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിയണം. നമ്മളെങ്കിലും ഇത് മിക്സിയിലൊന്ന് ചെറുതായിട്ട് കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുഞ്ഞായില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നല്ല പച്ചത്തേങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ മുറി പച്ചത്തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ ഉള്ളി, രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി. അപ്പോൾ നമ്മൾ പച്ചമുളകാണ് എടുക്കുന്നത്. കാന്താരിമുളകൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഒരു 3 പച്ചമുളക്. ഈ കടുക് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ചെറുതായിട്ടൊന്ന് ചതയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ കടുക് വറുത്തിട്ട് ഈ മാങ്ങ അരച്ചത്, തേങ്ങ അരച്ചതെല്ലാം അതും കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ അരച്ചുകൊണ്ട് വരാം. നമ്മൾ തേങ്ങയും ഈ ഉള്ളിയും മുളകും ഒന്ന് അരച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് മയത്തിൽ അരയ്ക്കണ്ട, ചെറിയതായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഈ തേങ്ങയ്ക്കകത്ത് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ. അപ്പോൾ ആദ്യം തേങ്ങയാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് മാങ്ങ ചേർക്കാം. അപ്പം നമ്മൾ തേങ്ങ ഇതുകൊണ്ട് ഈ പരുവത്തിലാണ് അരിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. കടുകൊക്കെ ഒന്ന് ചതഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ഒരുപാട് നെയ്മയത്തിൽ അരയ്ക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ മാങ്ങയും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം. പിന്നെ നമ്മളൊരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിക്കുമായിരിക്കും നല്ലത്. കടുകും വറ്റൽമുളകും ഒക്കെ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞ് നമുക്കിതിട്ടൊന്ന് ഇളക്കി എടുക്കണം. ഇത് അരച്ചിട്ട് വരാം. അപ്പം നമ്മൾ ഒരു വലിയ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മുടെ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുമായിരിക്കും നല്ലത്. അപ്പോൾ കടുകൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ മാങ്ങയും തേങ്ങയൊക്കെ ഇതുകൊണ്ട് ഈ പരുവത്തിലാണ് അരഞ്ഞു കിട്ടിയിരിക്കുന്നത്. നമ്മൾ മാങ്ങയൊക്കെ ഈ പച്ചടി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വെന്ത് പോകണ്ട. അത് നമ്മളൊന്ന് ഒരു മിനിറ്റിനോ അത്ര സമയത്തിന് മതിയാകും. ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകുമായിരിക്കും. ഇപ്പം നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ഈ അരപ്പ് എണ്ണയ്ക്കകത്തോട്ട് ചേർക്കാം. ഒരു മിനിറ്റിൻ്റെ സമയം മതിയാകും. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് ഒരുപാട് കുറുകിയായിരിക്കുന്നത്. അതുകൊണ്ട് മിക്സിക്കകത്തോട്ടൊന്ന് അരപ്പോടെ കഴുകി ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഒരുപാട് നീണ്ട കറിയല്ല ഇത്. അപ്പം നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ട് നമ്മളിതിന് തൈര് ചേർക്കുന്നില്ല. പുളി കുറവാണെങ്കിൽ നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലതുപോലെ ഒരു മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കി ചെറുതീയിൽ വെച്ചാൽ മതി. പിന്നെ നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം. അപ്പം നമ്മുടെ മാങ്ങ പച്ചടി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആരെങ്കിലും വന്നാലൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ്. അപ്പോൾ ഈ മാങ്ങയുടെ സീസണൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മാങ്ങ കിട്ടുന്ന സമയമാണ്. ഒരു പച്ചടി ഉണ്ടാക്കി നോക്കാം. അപ്പം നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം.